Today we discuss about the Marshall's rule of derived demand. Marshall's famous 4 rules about factors that generate elastic industry labor demand curve. Labor demand in a particular industry is more elastic. Labor demand more elastic ആയിട്ട് വരണമെങ്കിൽ if elasticity of substitution is greater ആദ്യത്തെ rule ആണ്, ആദ്യത്തെ condition. Second, elasticity of demand for firms output is greater labor share in total cost of production, the greater the supply elasticity of other factors of production such as capital. 4 conditions ആണെങ്കിൽ 4 rules ആണ് മാർഷൽ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ലേബർ ഡിമാൻഡ് കർവിന്റെ ഇലാസ്റ്റിസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ 4 റൂൾസ് ആണ്. ആദ്യത്തെ കാര്യം ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ ഗ്രേറ്റർ ആയിരിക്കും. രണ്ടാമത്തേത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ഫേംസ് ഔട്ട്പുട്ട് ഈസ് ഗ്രേറ്റർ. തേർഡ്, ഗ്രേറ്റർ ലേബർ ഷെയർ ഇൻ ടോട്ടൽ കോസ്റ്റിൽ ലേബർ ഷെയർ ഗ്രേറ്റർ ആയിരിക്കും. ഗ്രേറ്റർ ദ സപ്ലൈ ഇലാസ്റ്റിസിറ്റി ഓഫ് അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അത്രയും ആണ് 4 റൂൾസ്, മാർഷലിന്റെ 4 റൂൾസ്. Factor demand with many inputs. There are many different inputs. They can all be incorporated into production function. എന്തൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻപുട്സ്? സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ലേബർ. ലേബറിന് തന്നെ സ്കിൽഡ് ആയിട്ടും അൺസ്കിൽഡ് ആയിട്ടും കാറ്റഗറൈസ്. നമ്മൾ ലേബർ എന്ന് പറയുന്ന ഒരു സിംഗിൾ ഇൻപുട്ടും ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സിംഗിൾ ഇൻപുട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ തന്നെ ലേബറിൽ തന്നെ 2 ക്ലാസിഫിക്കേഷൻ, സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ്. അതുപോലെ മെഷീൻസിൽ തന്നെ ഓൾഡ് ആൻഡ് ന്യൂ മെഷീൻസ്, നാച്ചുറൽ റിസോഴ്സസ്. അത് 3 നമ്മളിവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻപുട്സ് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടർ ഡിമാൻഡ് ആണ്. ക്രോസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുലയാണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ XI ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ WJ. ദാറ്റ് ഈസ് റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ഫോർ ഇൻപുട്ട് I വിത്ത് റെസ്പെക്ട് ടു പ്രൈസ് ഓഫ് ഇൻപുട്ട് J. എന്താണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല? Percentage change in XI all divided by percentage change in WJ. Responsiveness, അതിന്റെ മീനിങ് ആണ് responsiveness of demand for input I with respect to the price of input J. If the cross elasticity is positive, the 2 inputs are said to be substitutes in production. Cross elasticity പോസിറ്റീവ് ആണെങ്കിൽ 2 ഇൻപുട്സും പ്രൊഡക്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ക്രോസ് ഇലാസ്റ്റിസിറ്റി നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം 2 ഇൻപുട്സും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ്സ് ആണ്. അൺസ്കിൽഡ് ലേബർ ആൻഡ് ക്യാപിറ്റൽ യൂഷ്വലി ഫൗണ്ട് ടു ബി സബ്സ്റ്റിറ്റ്യൂട്ട്സ്, സ്കിൽഡ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ഫൗണ്ട് ടു ബി കോംപ്ലിമെന്റ്സ്. അതായത് അൺസ്കിൽഡ് ലേബർ ആൻഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബറും ക്യാപിറ്റലും. സ്കിൽഡ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ഫൗണ്ട് ടു ബി കോംപ്ലിമെന്റ്സ്. സ്കിൽഡ് ലേബർ ആൻഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോംപ്ലിമെന്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. The capital skill complementarity hypothesis. ഇതിനെയാണ് capital skill complementarity hypothesis എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് capital skill complementarity hypothesis? Unskilled labor and capital found to be substitute, skilled labor and capital found to be complements. This is known as capital skill complementarity hypothesis. Demand curve for a factor of production is affected by price of other inputs. അതായത് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷന്റെ ഡിമാൻഡ് കർവ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻപുട്ടിന്റെ പ്രൈസിനെയും കൂടിയാണ്, മറ്റുള്ള ഇൻപുട്സിന്റെ പ്രൈസിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അത് റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് അവിടെ ഒരു ഡയഗ്രാം കാണിച്ചിരിക്കുന്നത്. എംപ്ലോയ്മെന്റ് ഓഫ് ഇൻപുട്ട് I, പ്രൈസ് ഓഫ് ഇൻപുട്ട് I, അതാണ് എക്സ് ആക്സിസിലും y ആക്സിസിലും ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഡിമാൻഡ് കർവ് ഫോർ ഇൻപുട്ട് I ഷിഫ്റ്റ് ചെയ്യുന്നത് വെൻ ദ പ്രൈസ് ഓഫ് അനദർ ഇൻപുട്ട് ചേഞ്ചസ്. മറ്റുള്ള ഇൻപുട്ടുകളുടെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഡിമാൻഡ് കർവ് ഫോർ ഇൻപുട്ട് I ചേഞ്ചസ്. 2 കേസുകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇഫ് ദ പ്രൈസ് ഓഫ് എ സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ഇൻപുട്ട് റൈസസ്. സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ഇൻപുട്ടിന്റെ പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻപുട്ടിന്റെ പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കർവ് ഫോർ ഇൻപുട്ട് I ഷിഫ്റ്റ് അപ്പ്. ഡിമാൻഡ് കർവ് ഇൻപുട്ട് Iയുടെ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്നു, D0 നിന്ന് D1 ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, അപ്വേർഡ് ഷിഫ്റ്റിംഗ് നടക്കുന്നു. ദ പ്രൈസ് ഓഫ് എ കോംപ്ലിമെന്റ് റൈസസ്, അതായത് കോംപ്ലിമെന്റിന്റെ പ്രൈസ് റൈസ് ചെയ്യുവാണെങ്കിൽ ഡിമാൻഡ് കർവ് ഫോർ ഇൻപുട്ട് I ഷിഫ്റ്റ് ഡൗൺ. ഡിമാൻഡ് ഇൻപുട്ട് Iയുടെ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് ഷിഫ്റ്റിംഗ് നടക്കുന്നതാണെങ്കിൽ ഷിഫ്റ്റ് ഡൗൺ. അപ്പോൾ 2 രീതിയിലുള്ള ഷിഫ്റ്റിംഗും പറഞ്ഞു. പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ഇൻപുട്ട് റൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഡിമാൻഡ് കർവ് റൈറ്റിലേക്കും, അതേപോലെ പ്രൈസ് ഓഫ് കോംപ്ലിമെന്റിന്റെ പ്രൈസ് റൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഡിമാൻഡ് കർവ് ലെഫ്റ്റിലേക്കും ഷിഫ്റ്റ് ചെയ്യുന്നു. അത് രണ്ടുമാണ് നമ്മൾ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അത്രയും ഭാഗം ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.